ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നതിൻ്റെ മനസ്സിൽ ഇപ്പോൾ വിവാദമായ ഒരു പീഡന കേസുണ്ടല്ലോ. അതന്നെ ഇന്നലെ തിരശ്ശീല വീണു. ഞാൻ ആലോചിക്കുകയായിരുന്നു, 2017 ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 8 ഇയേഴ്സ്. അത് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, ഇരയുടെ കാര്യമാണെങ്കിലും ശരി, ഇവർക്ക് യഥാർത്ഥത്തിൽ നീതി ലഭിച്ചോ? കാരണം ഇതുപോലെയുള്ള കേസ് ഇതൊക്കെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ ഒരു എൻക്വയറി നടന്ന് വിധി വരേണ്ടതല്ലേ? ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ദിലീപിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഈ 8 വർഷം കൊണ്ട് ഒരു വല്ലാത്തൊരു മെൻ്റൽ ട്രോമയുടെ ആയിരിക്കാം പോയിട്ടുണ്ടാവുക അല്ലേ? അത് കൂടാതെ തന്നെ നല്ലൊരു കരിയറിൽ നിൽക്കുന്നൊരു വ്യക്തി, ഹി വാസ് ടോട്ടലി ഔട്ട് ഓഫ് ഇൻഡസ്ട്രി. ഈവൻ ഈ ഒരൊറ്റ കേസിൻ്റെ പേരിൽ പല ആളുകളും ഒരു ഫാമിലി ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തെ പുറന്തള്ളപ്പെടുകയുണ്ടായി. സിനിമകൾ ബഹിഷ്കരിച്ചു കണ്ടമാനം ആളുകൾ. കാര്യം നമ്മളത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമ്മളത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു നടൻ ഇങ്ങനെയൊരു അനാവശ്യയിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോൾ എനിവേ കോടതി വിധി വന്നു. ഇനിയിപ്പോൾ ഇരയുടെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ഒത്തിരി ഇവരെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ്. ദേ റിയലി ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ദിസ് കേസ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എന്നും നമ്മുടെ ഒരു തുണ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നീതിപീഠത്തിലാണ്. ഇപ്പം ഏതൊരു കേസാണെങ്കിലും ശരി, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയൊന്നും ഒരിക്കലും ഒരു കേസും, എസ്പെഷ്യലി ഇതുപോലെയുള്ള കേസുകൾ, സ്ത്രീ പീഡന കേസുകൾ, അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് കേസസുകൾ, ഇങ്ങനത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എനി കേസ്, ഷുഡിൻ ബി ടേക്ക് സച്ച് എ ലോങ് ടൈം ടു ഗെറ്റ് ഇറ്റ് റിസോൾവ്. എന്താണ്, വാട്ട് ഈസ് എ കോൾ ഓൺ ദിസ് കേസ്? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വേറൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരും. അപ്പോൾ ടേക്ക് കെയർ. Thanks for watching my video. Bye.